നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളികൾ 5 വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ സുപ്രധാനമൊന്നും അതുപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം ഒരുപക്ഷേ സതീശനോട് ഒരു ആരാധന തോന്നാനും ഇടയാക്കിയത് നമ്മുടെ ബസ്സുകളിലെ സ്ത്രീകളുടെ യാത്ര സൗജന്യമാക്കാൻ ഉള്ള ഒരു ഗ്യാരണ്ടി, അത് ഇന്ദിരാ ഗ്യാരണ്ടി പ്രകടന പത്രികയിൽ പറയുന്ന പോലെ ഒരു കാര്യമല്ല, നടപ്പാക്കേണ്ട ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതുമാണ്, ജനങ്ങൾ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. എവിടെ ഇപ്പോൾ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യമെന്ന് സ്ത്രീകൾ ചോദിച്ചു തുടങ്ങിയിരിക്കുക. അപ്പോൾ അത് ഉൾപ്പെടെ ഈ 5 ഇനങ്ങൾ നടപ്പാക്കുക എന്ന് പറയുന്ന വലിയ വെല്ലുവിളി കേരളം പോലൊരു സംസ്ഥാനത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടാത്ത, അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ ഏതാണ്ട് 50% സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, ഏതാണ്ട് 75ഓളം വരും, മൊത്തം കൂട്ടുമ്പോൾ 75ഓളം വരും. പല കണക്കുകളും ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പലതരത്തിലുള്ള വരുന്ന വരുമാനം നമ്മുടെ ജീവനക്കാർക്ക് വേണ്ടി മാത്രം കൊടുക്കും. ഇനിയിപ്പോൾ അതിന് പുതിയൊരു ശമ്പള കമ്മീഷൻ വെച്ചിട്ട് പോയിരിക്കുകയാണ്, അവർ ബാധ്യത വെച്ചിട്ട് പോയിരിക്കുകയാണ്. ആ വെല്ലുവിളികളെ സമർത്ഥനായ ഒരു ധനകാര്യ വിദഗ്ധനാണ് സതീശൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ വെല്ലുവിളികളെ എങ്ങനെ നേരിടാൻ അദ്ദേഹത്തിന് കഴിയും? ഒരു പക്ഷേ എ കെ ആന്റണി പറഞ്ഞതിനോട് ഞാൻ ആദ്യം യോജിക്കുന്നു. ഓക്കെ, ഉടനെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരു മാസത്തിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം പൂച്ച വെച്ച് കിടക്കുന്ന ഖജനാവാണ് എന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ്. ഉടനെ തന്നെ ഇത് നടപ്പാക്കണമെന്നില്ല. ഒരു ഗവൺമെന്റ് 5 വർഷത്തെ മാൻഡേറ്റിനാണ് വരുന്നത്. എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ നടപ്പാക്കണമെന്നില്ല. ഘട്ടം ഘട്ടമായിട്ട് നടപ്പാക്കാം. ഉദാഹരണത്തിന് KSRTC ഗവൺമെന്റ് അധികാരം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ KSRTC ആരംഭിച്ചു എന്ന് ആലോചിക്കാം. ഇതുവരെ മുഖ്യമന്ത്രി ഏറ്റിട്ടില്ല. ജെൻഡർ ടിക്കറ്റിംഗ് വന്നു എന്നുള്ളത് അതിൻ്റെ ഒരു തുടക്കമാണ്. സാങ്കേതികമായി കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ജെൻഡർ ടിക്കറ്റിംഗ് വന്നു കഴിഞ്ഞാൽ അത് ഏതൊക്കെ ബസ്സിൽ കൊടുക്കാം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ലോക്കൽ ബസ്സിലാണ് മറ്റ് സ്റ്റേറ്റുകളിൽ കൊടുത്തിട്ടുള്ളത്, അല്ലാതെ ഇവിടുത്തെ സൂപ്പർ ഫാസ്റ്റിലും AC ബസ്സിലും ഒന്നും സൗജന്യം കൊടുക്കാറില്ല. അത് കൊടുക്കേണ്ട കാര്യമില്ല സത്യത്തിൽ. കാരണം അത് വല്ലപ്പോഴും പോകുന്നതാണ്. നമ്മളിപ്പോൾ സൂപ്പർ ഫാസ്റ്റിൽ കയറുന്നത് എന്നുമില്ലല്ലോ. ഡെയിലി ജോലിക്ക് പോയി വരുന്ന സ്ത്രീകൾക്ക്, തൊഴിലെടുക്കാൻ പോയി വരുന്ന സ്ത്രീകൾക്ക് ആണ് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടേണ്ടത്. അല്ലാതെ എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞില്ല. അപ്പൊ ചിലർ ചോദിച്ചു കാറിൽ പോണ ആളെന്നില്ല. ഞാൻ പറയുന്നത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യം നടപ്പാക്കണമെന്ന് തന്നെയാണ്. അതിന് മറ്റ് പല ഗുണങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ പാരിസ്ഥിതികമുണ്ട്, അതിന്റെ ട്രാഫിക് ജാമിന്റെ കുറവുണ്ട്. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ട് പ്രോത്സാഹിപ്പിക്കുക എന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ് കുറെ കഥയൊക്കെ നടത്തി. പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇപ്പം മെട്രോ അതുപോലെയുള്ള സംഗതികൾ വരുന്നത് നഗരങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി. കേരളം എന്ന് പറഞ്ഞ ഒരു നഗരമാണല്ലോ, മൊത്തം കേരളം ഒരു നഗരമാണ് എന്ന് പറഞ്ഞാൽ നഗരങ്ങൾക്ക് അതിൻ്റെ കഞ്ചഷൻ കുറയ്ക്കാനും സ്ത്രീകൾക്ക് കുറെ കൂടി സുരക്ഷിതമായി പോകാനുള്ളതാണ്. പക്ഷെ പ്രതിസന്ധി ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പ്രതിസന്ധി സാമ്പത്തികമല്ല. സാമ്പത്തിക പ്രതിസന്ധി ഞാൻ രണ്ടാമതേ കാണുന്നു. അതിനേക്കാളും വലിയ പ്രതിസന്ധി വരാൻ പോകുന്നത് പ്രൈവറ്റ് ബസ്സുകളാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം KSRTC വളരെ കുറവേ ഉള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളുടെ പോലെയല്ല. KSRTC വളരെ കുറവും പ്രൈവറ്റ് ബസ് വളരെ കൂടുതലുമാണ്. പ്രൈവറ്റ് ബസ്സുകാർക്ക് അസ്വസ്ഥത ഉണ്ടാവാം, കാരണം സ്ത്രീകൾ അവിടെ കയറുന്നില്ല, സ്ത്രീകൾ മുഴുവൻ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കേരളത്തിൽ എത്ര റൂട്ടിൽ ലോക്കൽ ബസ്സിൽ KSRTC ഉണ്ട്? KSRTC വളരെ കുറവല്ലേ ഉള്ളൂ. ലോക്കൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആകെ എന്താ പറയാ, മൊത്തം സിറ്റിക്കകത്ത് കുറച്ചുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, എറണാകുളത്ത് പോലും ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പൊ ലോക്കൽ ബസ്സിന് ഞാൻ ഇപ്പോഴും പറയുന്നു കൊടുക്കുക എന്നുള്ളത് കൊണ്ട് വലിയൊരു സാമ്പത്തിക ബാധ്യതയൊന്നും വരാൻ പോകുന്നില്ല. ഈ പ്രൈവറ്റ് ബസ്സുകാർ ചിലപ്പോൾ ഉടക്കിയേക്കാം. ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെയുള്ള പ്രൈവറ്റ് ബസ്സുകാർ ചിലപ്പോൾ ഉടക്കിയേക്കാം. കാരണം അവിടെ ലോക്കൽ ബസ് ഇഷ്ടം പോലെ മറ്റുന്നു. ഇവിടെ അങ്ങനെയില്ല. എറണാകുളം, കൊച്ചി പോലൊരു സ്ഥലത്ത് അതില്ല. ഇവിടെ വളരെ കുറച്ചല്ലേ പ്രൈവറ്റ്. കോഴിക്കോടല്ല, കണ്ണൂരല്ല, തൃശ്ശൂരല്ല, തിരുവനന്തപുരം മാത്രമേ അതിലൊരു ടെൻഷൻ വരാനുള്ളൂ. ബാക്കിയുള്ളിടത്ത് അതില്ല. രണ്ടാമത് അതിന്റെ ഗുണം നമ്മൾ നേരത്തെ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം അതിന്റെ സാമ്പത്തികം. അതിന്റെ സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ 40% കയറുന്നു എന്ന് വയ്ക്കുക. ലോക്കൽ ബസ് 40% പൊതുവെ കണ്ടിട്ടുള്ള ഒരു ഇത്. അവർക്കുള്ള പൈസ സർക്കാർ സബ്സിഡൈസ് ചെയ്താൽ തന്നെ എത്ര വരും എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. അത് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് 2 ഗുണമുണ്ട്. ഒന്ന്, സ്ത്രീകൾ കൂടുതൽ ഇതിൽ സഞ്ചരിക്കുന്നുള്ള ഗുണം, സേഫ്റ്റി കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, KSRTCക്ക് ഒരു ഫിക്സഡ് ഇൻകം കിട്ടും. ഇപ്പൊ KSRTC പലപ്പോഴും ഈ വെക്കേഷൻ കാലത്ത്, ശബരിമല കാലത്ത്, ഓണം കാലത്ത് ഒക്കെയാണ് KSRTC ലാഭമാവണേ, കുറെ പൈസ കിട്ടണേ. പക്ഷേ KSRTC ഇപ്പൊ ലാഭം എന്ന് പറയുന്നതിൽ ഒരു കഥയില്ല. KSRTC ലാഭത്തിന് പോകേണ്ട ഒരു സ്ഥാപനമല്ല, സർവീസിന് വേണ്ട ഒരു സ്ഥാപനം. ഇപ്പൊ ആരോഗ്യ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, അല്ലെങ്കിൽ പൊതുഭരണ വകുപ്പ്, ഇതൊന്നും ലാഭത്തിന് പോകേണ്ട സ്ഥാനമല്ല.
പബ്ലിക് സർവീസ് സർവീസ് ആവണം. അവിടെയാണ് പ്രശ്നം. അല്ല, ഞാൻ പറഞ്ഞ KSRTC ലാഭത്തിലാവുമെന്ന് മാഷ് ഇടയ്ക്ക് പറഞ്ഞു. അല്ല, ലാഭത്തിലാവുമെന്ന് പറഞ്ഞാൽ KSRTC ഫിക്സഡ് ഒരു ഇൻകം കിട്ടൂലേ ഗവൺമെന്റ്? ഗവൺമെന്റ് കൊടുക്കണമല്ലോ ഈ പൈസ. സബ്സിഡി കിട്ടും. ഓക്കെ. മറ്റു വരും ഇപ്പോൾ സ്ത്രീകൾ എല്ലാ സമയം 40% കയറിക്കൊള്ളുന്നില്ല. സ്ത്രീകൾ കയറുന്ന പൈസ എന്തായാലും സബ്സിഡി കൊടുക്കാൻ ഗവൺമെന്റ് അല്ല, അവരുടെ അതിലേക്ക് വരാം. സബ്സിഡിയുടെ മാത്രമല്ല, ഗവൺമെന്റിന് മുമ്പിൽ വേറൊരു സംഗതി 5 ഗ്യാരണ്ടികളിൽ ഒന്ന് ഇൻഷുറൻസ് ആണ്. അത് കുറച്ച് ചർച്ച ചെയ്യേണ്ടി വരും, കാരണം അതിന്റെ ഫോർമാലിറ്റി വരാൻ. മൂന്നാമത്തെ ആശാ വർക്കേഴ്സിന്റെ. ആശാ വർക്കേഴ്സിന് കൊടുക്കണം എന്നുള്ളത്. ആശാ വർക്കേഴ്സിന്റെ ബാധ്യതയായിരിക്കും ഇതിനേക്കാൾ കൂടുതൽ വരിക, KSRTCയേക്കാൾ കൂടുതൽ വരിക. അവർക്ക് 7000 രൂപ 700 രൂപ വെച്ച് ദിവസം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കും ഗവൺമെന്റ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എത്ര റിസ്ക് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ മറ്റു പെൻഷൻ നിർത്തിവെച്ചാലും ഇവർക്ക് ആശാ വർക്കേഴ്സിന് ഈ ഗവൺമെന്റ് കൊടുക്കും, കാരണം അത് അവരുടെ പ്രധാനപ്പെട്ട ഗ്യാരണ്ടികളിൽ ഒന്നാണ്. അത് ചെയ്യും എന്ന് വിചാരിക്കുന്നു. ഇനി സാമ്പത്തികത്തിലേക്ക് വന്നാൽ, യഥാർത്ഥത്തിൽ സതീശന്റെ 2-3 ടോക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഈ കാര്യത്തിൽ. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, യാതൊരു സംശയമില്ല. കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റിനേക്കാൾ കൂടുതൽ ഞെരുക്കാനും സാധ്യതയുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മുടെ ധനകാര്യ മാനേജ്മെന്റ് വളരെ പൂവറായിരുന്നു കുറെ കാലമായിട്ട്, വളരെ പൂവറായിരുന്നു. ഒന്ന് ധൂർത്തും ധാർഷ്ട്യവുമാണ് ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉന്നയിച്ച കാര്യം. മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള ധാർഷ്ട്യം, ധൂർത്ത്. ഈ ധൂർത്ത് ഒഴിവാക്കുക എന്നത് ഇന്ന് സതീശൻ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട, എല്ലാവരും കോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. പുതിയ കാർ വാങ്ങുന്നില്ല, കഴിഞ്ഞ മന്ത്രിമാരുടെ കാർ മതി. മുമ്പൊന്നും അങ്ങനെയല്ല, എല്ലാ തവണയും പുതിയ കാർ വാങ്ങും. 25 പുതിയ കാർ എന്ന് പറഞ്ഞാൽ എത്രയായി രൂപ എത്രയായി? അത് അതുപോലെ വലിയ തോതിലുള്ള ഫർണിഷിങ് വേണ്ട. ഇപ്പോൾ മറ്റേ ക്ലിഫ് ഹൗസ് പോലും വലിയ തോതിലുള്ള ഫർണിഷിംഗ് വേണ്ട, അത്യാവശ്യം ചില മെയിൻ്റനൻസ് ഒക്കെ ചെയ്താൽ 40 ലക്ഷം രൂപയുടെ കുളം വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായി ഇങ്ങനൊരു മെസ്സേജ് സതീശൻ ഇന്നലെ പറഞ്ഞ കാര്യം അതാ. ഇപ്പൊ മുഖ്യമന്ത്രി ഒരു കാർ വാങ്ങിയാൽ അതിന്റെ പൈസ അല്ല പ്രശ്നം, അത് കൊടുക്കുന്ന മെസ്സേജാണ്. അതിനിപ്പോ എല്ലാം ഒരു മന്ത്രിക്ക് മാറാൻ പറ്റില്ല, സെക്രട്ടറിക്ക് മാറാൻ പറ്റില്ല, DGPക്ക് മാറാൻ പറ്റില്ല. DGPക്ക് എനിക്ക് പുതിയ കാർ വേണമെന്ന് പറയാൻ പറ്റില്ല, കാരണം മന്ത്രി പഴയ കാറാ എടുക്കണേ, മുഖ്യമന്ത്രി പഴയ കാറാ എടുക്കണേ. എങ്കിൽ ഉറപ്പായും അത് സംസ്കാരം വരികയാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഇൻകം, നമ്മുടെ റവന്യൂ വരുമാനത്തിൽ വലിയ തോതിലുള്ള ഒരു ചോർച്ച ഉണ്ടാകുന്നുണ്ട് എന്ന് സതീശൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഉദാഹരണം ഞാൻ പറയാം, വേറെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വളരുന്ന വ്യാപാരം സ്വർണ്ണമാണ്. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ സ്വർണ്ണത്തിൽ എത്ര വ്യാപാരം വർദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ ദിവസവും TV ചാനൽ നോക്കിക്കോളൂ, ഒരു പുതിയ ജ്വല്ലറി തുറക്കുന്നുണ്ട്, ഒരു സിനിമാ നടൻ. അത് ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് പാലക്കാട് തുറക്കുന്നു, ഒരെണ്ണം ആലപ്പുഴ തുറക്കുന്നു, ഒരെണ്ണം കരുനാഗപ്പള്ളി തുറക്കുന്നു എന്ന് പറയുന്നത് എന്നും പരസ്യം വരികയാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മുടെ സ്വർണത്തിന്റെ ടാക്സ് കിട്ടുന്ന ഇൻകത്തിൽ 1 രൂപ പോലും വർദ്ധിച്ചിട്ടില്ല. എന്താ കാരണം? അത് ചോർച്ചയാണ്. അത് തന്നെ ചോർച്ച തന്നെയാണ്. കേരളത്തിൽ വിറ്റുപോകുന്ന സ്വർണത്തിന്റെ പെർസെന്റേജ്, ഇപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ സ്വർണം കുറയ്ക്കണോ, അക്ഷയ തൃതീയൊക്കെ വരികയാണ്. ഞാൻ പറഞ്ഞത് സ്വർണത്തിന് ഉപയോഗം കുറയ്ക്കല്ല. നിങ്ങൾ 1 ലക്ഷം രൂപ വെച്ച് സ്വർണം വാങ്ങിക്കുമ്പോൾ ഒരു പവന് 1 ലക്ഷത്തിൽ കൂടുതലൊക്കെ ആയിട്ട് 1 ലക്ഷം രൂപ കൊടുത്ത് ഒരു പവൻ വാങ്ങുമ്പോൾ അതിലൊരു 5000 രൂപ കേരളത്തിന് ടാക്സ് കൊടുത്താൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. മനസ്സിലായോ? ഇത് അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണോ എനിക്കറിയാം. അവർ ഈ ബില്ല് കറക്റ്റ് ആയിട്ടുള്ള ബില്ലല്ല കൊടുക്കുന്നത്, ഇൻവോയ്സ് ആണ് കൊടുക്കുന്നത്. ഇൻവോയ്സിന്മേല് ടാക്സ് ഇടാൻ പറ്റില്ല. അതായത് ആ അഡ്ജസ്റ്റ്മെന്റ് നടത്തി നിങ്ങൾക്ക് എങ്ങനെ വേണം ടാക്സ് ബില്ല് വേണമെങ്കിൽ ടാക്സ് ഇത്രയും രൂപ ആവും, അല്ലെങ്കിൽ ഇത്രയും രൂപയ്ക്ക് തരാം. ലാഭം കിട്ടുന്ന നോക്കി കസ്റ്റമർ വാങ്ങിക്കും. അല്ല, കസ്റ്റമർ അങ്ങനെ വാങ്ങിക്കാതിരിക്കും എന്നുള്ള വേറെ കാര്യം. അങ്ങനെയല്ലേ എല്ലാ ടാക്സ് വെട്ടിപ്പും നടക്കണം. ഞാൻ പറഞ്ഞത് അതുപോലെ GST സംവിധാനം കൃത്യമായി നടപ്പാക്കാൻ നമ്മൾ ഇന്നും നമ്മുടെ സെയിൽ ടാക്സ് റെഡി ആയിട്ടില്ല. ഇപ്പൊ ഇപ്പോഴും ഉദ്യോഗസ്ഥരെ വേണ്ടത് നിയമിച്ചിട്ടില്ല. അത് കഴിഞ്ഞ അസംബ്ലിയിൽ പോലും മറുപടി എന്നിട്ട് നടന്നിട്ടില്ല. ഇപ്പോഴും GST പൂർണ്ണമായി നമുക്ക് കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. മൂന്നാമത്തെ കാര്യം, നാട്ടിലാകെ ഒരു സാമ്പത്തിക മാന്ദ്യമുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, റിയൽ എസ്റ്റേറ്റ് വലിയ തകർച്ചയിലാണ്. കാരണം ഇനി പുതിയ കെട്ടിടങ്ങൾ വന്നാൽ, ഇപ്പൊ കൊച്ചിയില് നീ പുതിയ കെട്ടിടം പണിതാൽ ആരാ താമസിക്കാനുള്ളത്? ഇവിടെയുള്ള മിക്കവാറും ഫ്ലാറ്റുകൾ, ഞാനിപ്പോൾ താമസിക്കുന്ന കാക്കനാടാണ്, അവിടെയുള്ള ഫ്ലാറ്റുകളിൽ 70% ഒഴിഞ്ഞെടുക്കും. കാരണം രൂപ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആളുകൾ ചെയ്തത്, അല്ലെ? ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള വീട് താമസിക്കാനുള്ള വീട് വെച്ചതല്ല. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഏറ്റവും നഷ്ടമുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയി റിയൽ എസ്റ്റേറ്റ് മാറുക. കാരണം വില കൂടുന്നില്ല, വില കൂടില്ല. കാരണം വില കൂടാതിരിക്കുന്നതിന് കേരളത്തിന് സാമൂഹ്യ കാരണങ്ങളുണ്ട്. കേരളത്തിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോവാണ്, ഇപ്പൊ കുട്ടികൾ പോവാണ്,
ഇവിടെ പുതിയ ഇപ്പൊ ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ വീട് പണിതിട്ടാൽ എൻ്റെ മക്കൾ ഇവിടെ താമസിക്കുന്ന ഞാൻ വീട് വെറുതെ ആവില്ലേ? അപ്പൊ ആ അർത്ഥത്തിൽ വലിയ തോതിൽ റിയൽ എസ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ഒരു ഇതുണ്ട്. അത് പുറകോട്ട് പോവുകയാണ്. വേറൊരു മേഖലയിലേക്ക് കേരളത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്തിക്കണം. അതൊരു ഒരു വലിയ വലിയ വെല്ലുവിളിയാണ്. ഏത് ഭൂമിയിലും കെട്ടിടത്തിലും അല്ലാതെ. കാരണം ഭൂമിയിലും കെട്ടിടത്തിലും വരുമ്പോൾ വേറെ പ്രശ്നങ്ങളുണ്ട്. ഭൂമിയുടെ ക്വാളിറ്റി കുറയുന്നു. ഫോർ എക്സാമ്പിൾ ഏത് ഒരു മേഖല അങ്ങേക്ക് സജസ്റ്റ് ചെയ്യാം? ഒരു ശാസ്ത്ര വിദഗ്ധനും കൂടിയാണ്. ഒരു കേരളത്തിൽ വികസിപ്പിക്കാവുന്ന കുറെ അധികം മേഖലകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ മെഡിക്കൽ ടൂറിസം കേരളത്തിൽ വികസിപ്പിക്കാം. ആയുർവേദിക് എല്ലാ മെഡിക്കൽ ടൂറിസം. കാരണം മെഡിക്കൽ ടൂറിസം ഇപ്പൊ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ വലിയ തോതിൽ മെഡിക്കൽ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് വരികയാണ്. അതാണ് ഇപ്പൊ കേരളം നേരിടുന്ന ആരോഗ്യരംഗത്ത് ഒരു വലിയ പ്രതിസന്ധി. പഞ്ചനക്ഷത്ര ആശുപത്രികൾ ധാരാളമായി വരികയാണ്. അവരെ നന്നായി ടാക്സ് ചെയ്യണം. കാരണം വിദേശികളെ കൊണ്ടുവന്ന് ചികിത്സിക്കുക, വലിയ പൈസക്കാരെ കൊണ്ടുവന്ന് ചികിത്സിക്കുക, അവരെ നന്നായി ടാക്സ് ചെയ്യണം. കാരണം എന്തായാലും അവർ വരും, നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല, അവർ വരാൻ പോവാണ്. അപ്പോൾ ലക്ഷറി ഐറ്റംസിൽ വലിയ തോതിൽ ടാക്സ് ചെയ്യാൻ കഴിയണം. അത് തന്നെയാണ് ഒരു അമേരിക്കയിലെ ഡെമോക്രാറ്റുകൾ റിപ്പബ്ലിക്കുകൾ തമ്മിലൊരു വ്യത്യാസം. അതാണ് ഡെമോക്രാറ്റുകൾ അവിടെ വലിയ രാഷ്ട്രീയമൊന്നും വ്യത്യാസമില്ലെങ്കിലും ഡെമോക്രാറ്റുകൾ ഇങ്ങനെയാണ്. എന്നിട്ട് അവർ അത് സോഷ്യൽ സ്പെൻഡിങ്ങിന് കൊടുക്കുകയാണ്, ക്യാപിറ്റൽ സ്പെൻഡിങ്ങിന് കൊടുക്കുകയാണ്. അത് അത്തരത്തിലുള്ള കാര്യം. നാലാമത്, കേരളത്തിൽ അനാവശ്യമായ കുറെ അലവലാതി പൊതുമേഖലാ സ്ഥാപനങ്ങൾ, എല്ലാം അല്ല, ഡൈവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ. കാരണം ചില നേതാക്കന്മാർക്ക് സ്ഥാനം കിട്ടാനും കുറെ ആളുകൾക്ക് യൂണിയൻ അഴിമതി നടത്താനും മാത്രമുള്ള സ്ഥാപനങ്ങളാണ്. കിഫ്ബി പൂട്ടിക്കെട്ടണം. അല്ല, കിഫ്ബി പൂട്ടണം ഞാൻ പറയില്ല. കിഫ്ബി കൊണ്ടുവന്നതും പിണറായി അല്ല, ഇവർ വിചാരിക്കണ മാതിരിയല്ല. കിഫ്ബി കൊണ്ടുവന്നത് UDF സർക്കാരാണ്, കിഫ്ബി എന്നുള്ള സങ്കല്പം. പക്ഷെ കിഫ്ബി ആയിട്ട് വർക്ക് ചെയ്യണം. ഇപ്പൊ കിഫ്ബി ആയിട്ടല്ല അത് വർക്ക് ചെയ്യണം. ഇപ്പൊ കിഫ്ബിയോടുള്ള നമ്മുടെ പരാതി എന്താണെന്ന് വെച്ചാൽ, കിഫ്ബി ഇപ്പോൾ 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതി അവർ നടപ്പാക്കും എന്ന് പറയുന്നു. 40,000 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കി എന്ന് പറയും. അതിൽ 38,000 കോടി വന്നത് ബജറ്റിൽ നിന്നാണ്, ഖജനാവിന്ന്. എന്ന് പറഞ്ഞാൽ അതുണ്ടെങ്കിൽ PWD ചെയ്യുമായിരുന്നില്ല. എന്തിനാ കിഫ്ബി ഒരാളെങ്കിലൊന്നും വേണ്ട രാജ്യത്ത്. അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിൽ കിഫ്ബി എന്ന് വരണമെങ്കിൽ കിഫ്ബി സ്വന്തമായി വരുമാനം ഉണ്ടാക്കണം. ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചറിൽ നിന്ന് എടുക്കുന്ന ഒരു കിഫ്ബി അല്ല നമുക്ക് വേണ്ടത്. അപ്പൊ കിഫ്ബിക്ക് പ്രത്യേകം വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. അങ്ങനെ സംവിധാനം ഉണ്ടായാൽ ഉറപ്പായിട്ടും കിഫ്ബി വർക്കബിൾ ആണ്. ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള റീസ്ട്രക്ചറിങ് കേരളത്തിൽ ആവശ്യമാണ്. അതിന് തന്നെയാണ് സതീശനെ ജനങ്ങൾ കൊണ്ടുവന്നത്. അത് ചെയ്യണം. കാരണം കൺവെൻഷനലായി ഇതുവരെ അവിടെ തൊട്ട മർമ്മം ഇവിടെ തൊട്ട മർമ്മം എന്ന രൂപത്തിൽ UDFന്റെ കാലത്തും LDFന്റെ കാലത്തും നിന്ന സംഗതികൾ വലിയ തോതിൽ ആ മാറ്റം വരണം. അതുപോലെ കേരളത്തിൽ വരുന്ന ഹൈടെക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, തീർച്ചയായിട്ടും അവരുടെ നിന്നൊക്കെ ടാക്സ് വാങ്ങണം. കോച്ചിങ് സെന്റർ, അതിനൊക്കെ ടാക്സ് വാങ്ങണം. കാരണം അതൊക്കെ ജനങ്ങളുടെ നിന്ന് പിഴിഞ്ഞെടുക്കുക പൈസ, ജനങ്ങളുടെ നിന്ന് പിഴിഞ്ഞ് പൈസ എടുക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് ടാക്സ് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. മറ്റൊന്ന്, ഇപ്പോൾ മദ്യവും ലോട്ടറിയാണ് നമ്മുടെ പ്രധാന വരുമാനങ്ങളായി പറയുന്നത്. അല്ലാന്നൊക്കെ ബാലഗോപാലൻ പറയുന്നുണ്ടെങ്കിലും ആണ്. മാത്രമല്ല, ഗവൺമെന്റ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് എന്താണെന്നറിയും, DA കുടിശ്ശിക കൊടുക്കാനുണ്ട്. ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞു 6-7 ഗഡു DA കൊടുക്കാനുണ്ട് ഉദ്യോഗസ്ഥർക്ക്. വലിയൊരു ബാധ്യത വരാൻ വേണം. ശമ്പള പരിഷ്കരണം രണ്ടാമത്തെ കാര്യമാണ്, വലിയൊരു ബാധ്യത വരാൻ വേണം. മാത്രമല്ല, ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഇപ്പോൾ വെച്ച കമ്മീഷന് തുടരരുതെന്ന അഭിപ്രായം എനിക്കുള്ളത്. കാരണം വേറെ ആ കമ്മീഷൻ ആളോട് എനിക്ക് യോജിപ്പില്ല. കാരണം ലോകത്തെ എല്ലാ വിഷയവും പറ്റുന്ന ഒരാളാണ് CN രാമേന്ദ്രൻ നായർ, ജസ്റ്റിസ്. അദ്ദേഹം നല്ല മനുഷ്യനാണ്. പക്ഷെ ഡാമിന് പ്രശ്നം വന്നാലും, മുനമ്പത്ത് പ്രശ്നം വന്നാലും, ബോട്ടപകടം വന്നാലും ഒക്കെ രാമേന്ദ്രൻ നായരാണ് വരിക. കോടതിയിൽ ഇരുന്നതിനേക്കാൾ തിരക്കില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല വേണ്ടത്. അതിൽ ഈ പറഞ്ഞതുപോലെ സർവീസ് സംഘടനയുടെ പ്രതിനിധികളടക്കം, കേരളത്തിലെ പൊതു സാമ്പത്തിക വിദഗ്ധരടക്കം ഉണ്ടാവുന്ന ഒരു സമിതി വേണം. കാരണം എന്താ വെച്ചാൽ, ഇല്ലെങ്കിൽ എന്ത് പറ്റും? നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, റവന്യൂ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം പെൻഷനും ഇതിന് പോവാണ്, ഒരു സംശയമില്ല. പിന്നെ ഇപ്പൊ ശമ്പളം കൊടുക്കുന്ന ഇപ്പൊ എങ്ങനെയാ നടത്തണമെന്നറിയും? 1.5 ലക്ഷത്തിലധികം ആളുകൾ കാഷ്വൽ തൊഴിലാളികൾ ഇപ്പോഴുണ്ട്. സർവീസ് പിൻവാതിൽ നിയമനവും അതുപോലെ ഇതുപോലെയും കയറി വന്ന ആളുകൾ, അത്തരം ആളുകൾ എല്ലാ സ്ഥലത്തും. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഈ പേഴ്സണൽ സ്റ്റാഫ് 30 എണ്ണം അവിടെയാണ് അവസാനത്തെ പോയിന്റ്. പേഴ്സണൽ സ്റ്റാഫ് എണ്ണം കുറയ്ക്കുക വേണം, ഒരു സംശയവും വേണ്ട. കുറയ്ക്കും എന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞെങ്കിൽ ഒന്നും കുറച്ചില്ല, എല്ലാം അതുപോലെ നടക്കും. അവരുടെ പെൻഷൻ വലിയൊരു ബാധ്യത. അതുപോലെ പദ്ധതിയുടെ മോണിറ്ററിങ്, എല്ലാ പദ്ധതി ഇങ്ങനെ സ്ലോ ആയി പോവുകയാണ്. പദ്ധതികളുടെ മോണിറ്ററിങ് വളരെ കൃത്യമായി. ഇപ്പൊ നമ്മുടെ മെട്രോ തന്നെ, നിങ്ങളുടെ കാക്കനാട്ടേക്ക് നീട്ടാൻ തുടങ്ങിയിട്ട് 4 വർഷം.
റോഡ് അടച്ചിട്ടേക്ക് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പോലും വയ്യ, മെട്രോ വന്നില്ലെങ്കിലും വേണ്ടില്ല, റോഡൊന്നും തുറന്നിട്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെ പദ്ധതികൾ നീണ്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട് പോവുക. നമുക്ക് വൻകിട പദ്ധതി വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതം. ഇപ്പോ കേരളയിൽ വലിയ ചർച്ച ചെയ്തല്ലേ നമ്മൾ, ഗവൺമെന്റ് തന്നെ പറഞ്ഞല്ലോ കേരളയിൽ നടപ്പാക്കാൻ സാധ്യതയില്ലാത്ത പദ്ധതിയാണ്. കേന്ദ്ര ഗവൺമെന്റ് അല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ പറഞ്ഞു. കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ RRTSലേക്ക് പോണേന്ന്. RRTS എന്ന് പറഞ്ഞ് RRTS നടക്കുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ധനകാര്യ മാനേജ്മെന്റ്, സതീശന്റെ ഒരു വാക്ക് നടപ്പായാൽ വളരെ നല്ലതാണ്, അത് ഗുഡ് ഗവേണൻസ് എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം എപ്പോഴും ആവർത്തിക്കുന്ന ഒരു വാക്ക്. അത് നടപ്പാവുമോ? അത് നടപ്പായാൽ സാമ്പത്തിക പ്രതിസന്ധി അല്ല കേരളത്തിന്റെ പ്രശ്നം, കേരളത്തിന്റെ പ്രശ്നം ഗവേണൻസ് ആണ്. ഗുഡ് ഗവേണൻസ് ഉണ്ടെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് മറികടക്കാൻ കഴിയും. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഗുഡ് ഗവേണൻസിലേക്ക് പോകാൻ പറ്റും. അതുപോലെ കറപ്ഷൻ ഇല്ലാത്ത കറപ്ഷൻ ഇല്ല, ഉറപ്പായിട്ടും കറപ്ഷൻ ഇല്ലാത്ത ഭരണത്തിൽ പോയാൽ രക്ഷപ്പെടും. ഗവൺമെന്റ് രക്ഷപ്പെടും, ജനങ്ങളിൽ രക്ഷപ്പെടും.